بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് സുമർ 56, 57, 58 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിയേണ്ടതായ തജ്വീദ് നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. അൻ തഖൂല, അൻ എന്നതിലെ സക്കൂൻ നൽകപ്പെട്ട സാക്കിനത്തായ നൂൻ മറച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മണിക്കൽ തർക്കീഖോട് കൂടിയുള്ളതാണ്. മുറഖഖ, ഉന്നഹ് മുറഖഖ. അപ്പോൾ അൻ എന്ന് പറയേണ്ട. അൻ തഖൂല, ഖാഫിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചോതേണ്ട അക്ഷരമാണ് ഖാഫ്. നഫ്സുൻ എന്ന തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ശേഷമുള്ള യാഇൽ ലയിപ്പിച്ച് മണിക്കണം ഭാഗികമായി. നഫ്സുയ, യാ ഹസ്റത, യാ ഹസ്റത, റാഇനെ തഫ്ഖീം ചെയ്യണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുകയും വേണം. എല്ലാം തർക്കീഖിൻ്റെതാണ്. യാ ഹസ്റത അലാ മാ ഫറത്തു, ഫറത്തു. ഈ പദം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പദത്തിൽ എന്താണുള്ളത്? ത്വാ പിന്നെ താ. ഇദ്ഗാമുൽ മുതജാനിസൈൻ, ഒരേ മഖ്റജിൽ നിന്നുള്ള രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവയാണ്. ത്വാ മുത്ബഖും മുസ്തഅലിയും ഒക്കെ ആയിട്ടുള്ള അക്ഷരമാണ്, തഫ്ഖീം ചെയ്യേണ്ടതാണ്. ആ ഇത്ബാഖും ഇസ്തിഅലാവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഇദ്ഗാം, ലയിപ്പിക്കൽ നൽകുക. ഇദ്ഗാം നാഖിസാണ്. രണ്ടാമത്തെ ഏതക്ഷരത്തിലേക്കാണോ ഇദ്ഗാം ചെയ്യുന്നത് ആ അക്ഷരം, അതായത് താ, അതിന് മുകളിൽ ഷദ് ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. തായിന് മുകളിൽ ഷദ്ദുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തായിന് ഷദ്ദില്ലാതെ ഉച്ചരിക്കണം. തു എന്ന് മാത്രം, തു എന്ന് ഷദ് വരരുത്. അപ്പൊ പിന്നെ എങ്ങനെയാ? ഫറത്തു, ഫറത്തു. തായിന് ഷദ്ദില്ലാത്ത വിധത്തിൽ ഇദ്ഗാം നാഖിസായി ഉച്ചരിക്കുക. അപൂർണമായ ഭാഗികമായ ലയിപ്പിക്കൽ നൽകണം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ വേറെയും പദങ്ങളുണ്ട്. ഫറത്തും എന്ന് വന്നിട്ടുണ്ട്, ബസത്ത എന്നുണ്ട്, അതുപോലെ അഹത്തു എന്നുണ്ട്. അതുപോലെ ഇദ്ഗാമുൽ മുതഖാരിബൈൻ, നഖ്ലുക്കും, ആ നഖ്ലുക്കുമിൽ ഇഖ്തിലാഫുണ്ട്. വൽഖുൽഫു ഫീ നഖ്ലുക്കുമു വഖഅ എന്ന് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ പറയുകയുണ്ടായി. അതിൽ ഖുൽഫുണ്ട്, ഇഖ്തിലാഫുണ്ട്. അവിടെ പൂർണ്ണമായ ഇദ്ഗാമാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വിശദമായി നമുക്ക് ഇദ്ഗാം പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏതായാലും ഫറത്തു എന്ന് ത്വാഇൻ്റെ ആ തഫ്ഖീം, ആ തടിപ്പിക്കൽ, ആ ഇത്ബാഖ്, ഇസ്തിഅലാ തുടങ്ങിയ സിഫത്തുകൾ നിലനിർത്തിക്കൊണ്ട് താഇനെ ഷദ്ദില്ലാത്ത വിധത്തിൽ ഉച്ചരിക്കുക. ഫറത്തു ഫീ ജംബി, ഇഖ്ലാബ് ചെയ്ത് നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. അങ്ങനെ മാറ്റി മണിക്കുമ്പോൾ സ്വാഭാവികമായും സാക്കിനായ മീം ബാഇന് മുമ്പിൽ വരുമ്പോഴുള്ളതായ ഇഖ്ഫാ, ഷഫവി എന്ന ഹുക്മ് അതിൽ വന്നു ചേരുന്നതാണ്. ജംബി. വഇൻ കുന്തു, ഇതിൽ രണ്ട് സാക്കിനത്തായ നൂനുകളും ഇഖ്ഫാ ഹഖീഖി നൽകി ഉച്ചരിക്കേണ്ടതാണ്. മറച്ച് മണിക്കുക. വഇൻ കുന്തു ലമിനസ്സാഖിരീൻ, ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം.
കൊടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഔ തഖൂല, ഔ തഖൂല. വീണ്ടും തഖൂല ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കണം. ലൗ അന്നല്ലാഹ, നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ലൗ അന്നല്ലാഹ ഹദാനി, രണ്ട് ഹായികൾ തുടരെയായി വരുന്നു, ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. പലപ്പോഴും അവ്യക്തമായി പോകുന്ന ഒരു പ്രശ്നം, ഒരു അവസ്ഥ ഹായിലുണ്ടാകും. തുടർച്ചയായിട്ട് വരുന്നുണ്ട്, രണ്ട് ഹാവും വ്യക്തമാക്കി ഉച്ചരിക്കുക. ലകുന്തു, ഈ പദത്തിൽ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ അവ്യക്തമാക്കണം, മറച്ചു മണിക്കുക. ഇഖ്ഫാ ഹഖീഖി. മിനൽ മുത്തഖീൻ, മുത്തഖീൻ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കണം, കസ്റാണ്. വീണ്ടും ഔ തഖൂല ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ഹീന തറൽ അദാബ, ഹീന തറൽ അദാബ. ഹ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. റാഇനെ തഫ്ഖീം നൽകി തടിപ്പിക്കേണ്ടതാണ്. തറ, തറൽ അദാബ. ലൗ അന്ന, നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ലൗ അന്ന ലീ കറ, കറതൻ ഫ, ലേ കറ, റാ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷദ്ദ് നൽകപ്പെട്ട റായിൽ തക്രീർ വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. വഅഖ്ഫി തക്രീറൻ ഇദാ തശദ്ദദ എന്ന് ഇബ്നുൽ ജസരി റഹിമഹുല്ല പറഞ്ഞു. അവിടെ തക്രീറിനെ ഗോപ്യമാക്കണം. കർ എന്ന് ആവർത്തിച്ച് കുറേ റാകൾ ഉച്ചരിക്കരുത്. കൂടുതലൊരു വൈബ്രേഷൻ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അങ്ങനെ വരരുത്. കർ, ഒറ്റ റാ മാത്രം പറയുക. കറതൻ ഫഅകൂന, തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിനൽ മുഹ്സിനീൻ, മുഹ്സിനീൻ ഹ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. أو تقول لو أن الله هداني لكنت من المتقين. أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين.